എന്നതിക്രമം നിമിത്തം മുറിവേറ്റവനേ, എന്ന കൃത്യം നിമിത്തം തകർന്നോനേ, എനിക്കായി രക്ഷ നൽകിയോനേ, എന്നെ വീണ്ടെടുത്തവനേ, നിനക്കായി ഞാൻ എന്നെന്നും ജീവിക്കും. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 40-ാം അധ്യായം 8-ാമത് വാക്യത്തിൽ ഇങ്ങനെ ഒരു പ്രസ്താവന കാണാം. നീ നീതിമാനാകേണ്ടതിന് എന്നെ കുറ്റം പറയുമോ എന്ന ചോദ്യമാണ്. പലപ്പോഴും സ്വയം നീതീകരണത്തിനു വേണ്ടി, സ്വയരക്ഷയ്ക്ക് വേണ്ടി നാം ചെയ്തതായ തെറ്റുകൾ, കുറ്റങ്ങൾ മറ്റുള്ളവരുടെ മേൽ ചുമത്തി രക്ഷപ്പെടുവാൻ പരിശ്രമിക്കുന്നവരാണ് അനവധി ആളുകളും. വിശുദ്ധ വേദപുസ്തകം നാം പരിശോധിച്ചു നോക്കുമ്പോഴും ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ആദമും ഹവ്വയും ദൈവം അവർക്ക് പാർക്കുവാൻ വേണ്ടി നിർമ്മിച്ചതായ തോട്ടത്തിൽ സന്തോഷത്തോടുകൂടി പാർത്തു വന്നു എങ്കിലും ആ തോട്ടത്തിലേക്ക് കടന്നു വന്ന പാമ്പ് ഹവ്വായെ ഉപായത്താൽ ചതിക്കുകയും ആ വൃക്ഷഫലം തിന്മാൻ നിർബന്ധിക്കുകയും ചെയ്യുകയാണ്. വൃക്ഷഫലം തിന്ന ആദമും ഹവ്വയും ഭയപ്പെട്ട് ഓടി ഒളിക്കുമ്പോൾ വെയിലാറിയ സമയത്ത് യഹോവയായ ദൈവം തോട്ടത്തിലേക്ക് വരികയും നിങ്ങൾ വൃക്ഷഫലം തിന്നുവോ എന്ന് ചോദിക്കുമ്പോൾ ആദമിൻ്റെ മറുപടി 12-ാം വാക്യം പറയുന്നത്, അതിന് മനുഷ്യൻ, എന്നോട് കൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. നോക്കുക, തെറ്റ് ചെയ്തു അതിൽ നിന്ന് നീതീകരിക്കപ്പെടുന്നതിനു വേണ്ടി ഹവ്വയെ കുറ്റപ്പെടുത്തി രക്ഷപ്പെടുവാൻ പരിശ്രമിക്കുന്ന ഈ ആദാമിൻ്റെ വാക്കുകളും സ്ത്രീയോട് ചോദിക്കുമ്പോൾ പാമ്പ് വഞ്ചിച്ചു എന്ന് പറഞ്ഞ് സ്വന്തം തെറ്റിനെ മറയ്ക്കുവാനും മറ്റൊരാളുടെ മേൽ ആ കുറ്റം ചുമത്തുവാനും പരിശ്രമിക്കുന്നതായ പരിശ്രമങ്ങൾ അവിടെയും കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 24-25 വാക്യങ്ങൾ വായിക്കുമ്പോഴും മിസ്രയീമിൽ നിന്ന് വാഗ്ദത്ത നാടിനെ ലക്ഷ്യം വെച്ചിറങ്ങി തിരിച്ചിട്ടുള്ളതായ ഇസ്രായേൽ മക്കൾ മരുഭൂപ്രയാണ യാത്രയിൽ അവരെ നടത്തുന്ന മോശയോട് പർവ്വതത്തിലേക്ക് കയറി വരുവാനും എനിക്ക് നിന്നോട് സംസാരിപ്പാനുണ്ടെന്നും പറഞ്ഞ ദൈവശബ്ദം കേട്ടിട്ട് ആ പർവ്വതത്തിലേക്ക് കയറിപ്പോയ മോശ മടങ്ങി വരുന്നില്ല എന്ന് കണ്ടിട്ട് അഹരോൻ എന്താണ് ചെയ്തത്? ഇസ്രായേൽ ജനത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആഭരണങ്ങളൊക്കെ വാങ്ങി അത് തീയിലിട്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കി അവരുടെ മുൻപിൽ നിർത്തുവാനായിട്ട് ഇടയായി തീർന്നു. ആ സമയത്താണ് മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അവരുടെ ആർപ്പിൻ്റെ ധ്വനി കേട്ടിട്ട് മോശയ്ക്ക് സങ്കടം സഹിക്കാനാവാതെ, കോപം സഹിക്കാനാവാതെ താൻ ചെയ്തതായ പ്രവൃത്തികളൊക്കെയുണ്ട്. പക്ഷേ പിന്നീട് വന്ന് അഹരോനോട് മോശ ചോദിക്കുമ്പോൾ അഹരോൻ പറയുന്നതും സ്വയരക്ഷയുടെ വാക്കുകളാണ്. ആ വാക്യത്തിൽ പറയുന്നത്, അവരെൻ്റെ കയ്യിൽ തന്നു, ഞാൻ തീയിലേക്കിട്ടു, അതിൽ നിന്ന് ഒരു കാളക്കുട്ടി ഇറങ്ങി വന്നു എന്നുള്ള ആ ഒരു പോഷ്ക്ക് സംസാരിക്കുവാനായിട്ട് തുനിയുന്നതായി നമുക്കവിടെയും കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ വാക്കുകളൊക്കെ എന്താണ് പറയുന്നത്? തെറ്റുകൾ ജീവിതത്തിനകത്ത് ഭവിക്കുന്നു. എന്നാൽ ആ തെറ്റുകൾ മനസ്സിലാക്കുവാനും തെറ്റ് അംഗീകരിക്കുവാനും അതിനെ തിരുത്തിക്കൊണ്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്ന് ദൈവസന്നിധിയിൽ നീതിയോടെ ജീവിപ്പാനും തുനിയേണ്ടതിന് പകരമായി പലപ്പോഴും ആ കുറ്റങ്ങൾ മറ്റുള്ളവരുടെ മേൽ ചുമത്തിക്കൊണ്ട് സ്വയം നീതിമാനാകുവാനും സ്വയം നീതീകരിക്കപ്പെടുവാനും ഉത്സാഹിക്കുന്നതായ അനുഭവങ്ങൾ ലോകത്ത് നിരന്തരമായി അന്നും ഇന്നും കണ്ടുവരുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്നുള്ളതാണ്. ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. നീ നീതിമാനാകേണ്ടതിനു വേണ്ടി എന്നെ കുറ്റം പറയുകയാണോ എന്ന് ചോദിക്കുന്നതായ ആഴമായ ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം നമ്മെ ആധികാരികമായി ഓർപ്പിക്കുന്നത്, തെറ്റുകൾ ജീവിതത്തിനകത്ത് ഭവിക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ മേൽ ചുമത്തി നീതിമാനാകാൻ പരിശ്രമിക്കുകയല്ല. ജീവിതത്തിൽ ഭവിച്ച തെറ്റുകൾ കണ്ടുണർന്ന് അതിനെ തിരുത്തിക്കൊണ്ട് ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഒരു നിർമ്മല ജീവിതത്തിനു വേണ്ടി
നമ്മെ തന്നെ സമർപ്പിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനായി നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ സ്വയം നീതീകരിക്കുന്നവരായിട്ടല്ല, ഞങ്ങൾ തെറ്റുകൾ കണ്ടുണർന്ന് ദൈവസന്നിധിയിൽ തിരുത്തി ജീവിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. എല്ലാവരെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.